ടൗണിലേക്ക് കടന്നു. നമ്മള് കിസാമയിലേക്ക് പോയി. We are heading towards Kisama. We're heading to Galaxy. Oh my God! अरे पहले तो मत छोड़ो ये भाईजान वो तो मत छोड़ो वो छोड़ते हो गया भाई ദിമാപൂർ സ്റ്റേഷന്റെ അടുത്തുനിന്ന് ഉള്ള റോഡാണ്. വളരെ മോശമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള റോഡുകളാണ്. ഇപ്പം നമ്മൾ നാഗാലാൻഡ് രജിസ്ട്രേഷൻ വണ്ടികൾ ഇങ്ങനെ നിറയെ കണ്ടോണ്ടിരിക്കുകയാണ്. ഡീസലാണ് അല്ലല്ലേ ML07CA. അപ്പം ഇനി അങ്ങോട്ട് കൊഹിമ വരെയുള്ള റോഡ് നല്ല റോഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് പരിപാടി ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കൊഹിമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ്. റോഡ് നല്ല മനോഹരമായ റോഡാണ് കേട്ടോ. ഹോൺബിൽ ഫെസ്റ്റിവലിനെ വരവേറ്റുകൊണ്ടുള്ള ഒരു അടിപൊളി ബോർഡ് ഇവിടെ കാണാം നമുക്ക്. വെൽക്കം ടു ദ ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽസ്, ഹോൺബിൽ ഫെസ്റ്റിവൽ 2023, ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽസ്. വാവ്, സൂപ്പർ റോഡ്സ് ആണ്. നമ്മൾ നോർത്ത് ഈസ്റ്റ് ഒക്കെ ഒരിക്കലും വികസിക്കില്ല എന്ന് പറഞ്ഞതൊക്കെ തെറ്റാണ് കേട്ടോ. വളരെയധികം മാറ്റം വന്നു. പൈനാപ്പിൾ വേണം. നല്ല പൈനാപ്പിൾ കിട്ടി. പൈനാപ്പിൾ, പപ്പായ, ഇതിനൊക്കെ കളക്ഷൻ. നമ്മളെ സാരഥി ഉണ്ട് ഇവിടെ. കോഹിമ വരെ 2 ലൈൻ റോഡാണ് കേട്ടോ. ടോട്ടൽ 2+2 4 ലൈൻസ്. സൂപ്പർ റോഡാണ്. പക്ഷേ അങ്ങ് വരെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് നമ്മുടെ സാരഥി ആയിട്ടുള്ള ആൾ പറഞ്ഞത്. എന്നാലും വികസനത്തിൻ്റെ ഒരു ഭയങ്കര മുഖമാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്. മനോഹരമായ കുറച്ച് പുഷ്പങ്ങൾ കേട്ടോ. അയ്യോ, എന്തൊരു കളർഫുള്ളാണ്. സൈഡിൽ മൊത്തം ഇങ്ങനെ വളർന്നിട്ടുള്ളത്. വരുന്ന വഴിക്ക് കുറേ സ്ഥലത്ത് കണ്ടു. അപ്പോഴൊക്കെ അവിടെ നിർത്താൻ അതിൻ്റെ സ്പീഡ് കാരണം പറ്റില്ല. ഇപ്പം ഞാൻ എങ്ങനെയോ നിർത്തിപ്പിച്ചില്ല. നല്ല ഭംഗിയുള്ളൊരു വീടല്ലേ, ബ്യൂട്ടിഫുൾ ആയിട്ട് വീടാണ് ഇത്. അയ്യോ, ഇത് വീടല്ല, സോറി, ഗവൺമെൻറ് പ്രൈമറി സ്കൂളാണ്. സ്ഥലത്തിൻ്റെ പേരെന്താ? കിരുഫെ പെഡുച്ച എന്നൊക്കെ പറയാം. നല്ല ഭംഗിയുണ്ട്. Excuse me, what's the name of this flower? Christmas flower. പൻസുട്ടിയ എന്നായിട്ടാണ് പറയുന്നത് ഇവിടെ ഒരു പറയുന്നത്. These are just leaves, no? Like only leaves changes its color. Seems like When the season come out, it changes. Only the leaves changes its color. Oh, നമ്മളെ നാട്ടിൽ ഈ കളർ ചേഞ്ച് ചെയ്യുന്ന When the ഹൈഡ്രേഞ്ച് ഒക്കെ പോലെ winter season comes. വിന്റർ സീസണിൽ മാത്രം ലീഫിൻ്റെ കളർ ചേഞ്ച് ചെയ്യും. താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. നമ്മൾ കൊഹിമ എത്താറായി. ഇതാ കൊഹിമ നഗരം നമുക്ക് ഇവിടുന്ന് കാണാം. നിറയെ മൗണ്ടൻസിൻ്റെ മുകളിൽ തന്നെയാണ്. ഫ്യൂ മിനിറ്റ്സും കൂടിയുള്ളൂ നമുക്ക് കൊഹിമ എത്താൻ പറ്റും. അതുവരെ കാണുന്നില്ലേ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നുള്ള അറിയില്ല.
നമ്മളെ സാരഥിന്റെ പേരെന്തായിരുന്നു? കാക്കി ഹേയോ? കാക്കി ഹേ. നിസാബിനെ കണ്ടോ? നിസാബ് നമ്മുടെ താരം ഇതാണ്. യാത്രയിലെ താരം നിസാബ്. എല്ലാവരും ഇവനെയാണ് ഇന്ന് നോട്ടം ഇട്ടിരിക്കുന്നത്. നമ്മുടെ സാരഥി കാക്കി ഹേ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മൂപ്പര് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ദിമാപൂരിൽ നിന്ന് കൊഹിമയിലേക്ക് കൊണ്ടുവരുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്താൽ അതൊക്കെ ഇവിടുന്ന് ഇറക്കി കൊടുത്തു. ബാഗേജ് സാധനങ്ങളൊക്കെ അവിടെ കെട്ടിയിട്ടിരിക്കും. റീജിയണൽ ടാക്സി ഇതിൻ്റെ രജിസ്ട്രേഷൻ എന്തല്ലേ എന്ന് നമ്മളെ KL ഒക്കെ പോലെ ഉണ്ട്. NL070. അപ്പോൾ ഒരു കൊച്ചു വാഗണാറാണ് നമ്മളെ വണ്ടി. ഇത് വാഗണാർ ഇനിയല്ലേ? വാഗണാർ. നമ്മളിവിടെ കൊഹിമ കയറി കേട്ടോ. അപ്പം ബസ് ഒക്കെ ഇതിൻ്റെ മേലെയാണ് ഒരു ബസ് സ്റ്റോപ്പ്. ബസ്സിൻ്റെ സ്റ്റോപ്പുകൾ മേലെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ മേലെ ബസ്സസ് ഒക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന ദൂരെ അവിടെ കാണാം. ഇവിടുത്തെ വലിയ ബസ്സിൻ്റെ സർവീസ് പിന്നെ ബാക്കിയൊക്കെ ലോക്കൽ ട്രാൻസ്പോർട്ടാണ്. ദിമാപൂരിൽ നിന്ന് നമ്മൾ ഇവിടത്തേക്ക് കൊഹിമയിലേക്ക് വരുന്നതിന് ടാക്സികൾക്ക് ഇവിടെ കൊഹിമ ഒരു ടാക്സി സ്റ്റാൻഡ് അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാക്സികൾക്കും ബസ്സുകൾക്കും. അപ്പോൾ അത് മേലെ അവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫർദർ പോകണമെങ്കിൽ ഇവർക്ക് ദേ ഹാവ് ടു ടേക്ക് എ പെർമിറ്റ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പർപ്പസ് ഹോൺബിൽ ഫെസ്റ്റിവൽ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് നാഗാലാൻഡ് ടാക്സി അസോസിയേഷൻ അതിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു പെർമിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എടുക്കേണ്ടതാണ്. അത് അവരുടെ ടാക്സി ഡ്രൈവേഴ്സ് എടുക്കേണ്ടതാണ്. കൊഹിമയിൽ നിന്ന് മണിപ്പൂരേക്ക് 200 കിലോമീറ്റർ ദൂരമാണ്. പക്ഷേ ഇവിടെ നിന്നുള്ള ടാക്സികൾ നമ്മൾ അങ്ങ് വരെ വിടില്ല. അത്രയും അതിന് അവരുടെ ടാക്സി തന്നെ എടുക്കണം. ഇപ്പോൾ നമ്മുടെ നാഗാലാൻഡ് ടാക്സി അപ്പോൾ അവരെ മണിപ്പൂർ ഉള്ളോട്ടേക്ക് ഒന്നും വിടില്ല. സോ ദേ allow only up to the border. Yeah, up to the border they will allow. Yeah. You can go, no? Yeah. And from border they will stop us and they will leave the passenger. അപ്പം അങ്ങനെയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ അവരവരുടെ വണ്ടിയിൽ മാത്രമേ പെർമിറ്റ് ഉള്ളൂ. നമ്മൾ കൊഹിമ ടൗണിലേക്ക് നടന്നു. നമ്മൾ കിസാമയിലേക്ക് പോയിട്ട് വി ആർ ഹെഡിങ് ടുവേർഡ്സ് കിസാമ. പല രീതിയിലും ഈ സമയത്ത് രാത്രി ഇവിടെ മൊത്തം ഫുഡ് സെക്ഷനാണ്. ഇപ്പോൾ ഫെസ്റ്റിവൽ സമയത്തില്ലേ ഫുൾ ഫുഡ് സെക്ഷൻ. മണിക്ക് ശേഷം ഒരു പള്ളി കാണാലോ. What's the name of this church? Any idea? Which one? This is the one. This is our church. Our church. The name is Our church. Oh, our church. Our is that tribe of Naga. Oh, Ao church. AO. അതൊരു നാഗാലാൻഡിലെ ഒരു മറ്റൊരു ട്രൈബാണ്. So how many tribes are there? Actually more than 16, no? Major tribes is 16, but the minor tribes including both it will be around 1920, no? Oh, But actually the major tribes is 16, 16, yeah. which we have gone earlier. Oh. പാർക്കിംഗ് പ്ലോട്ട് നല്ല രസത്തിൽ If you want to go for parking, then you have to go inside. This is one way. We can only go ahead. Okay. And from there, we have to take round coming. Oh. इधर वो साइड में पार्किंग करो, प्रॉब्लम नहीं. आगे पार्किंग का प्रॉब्लम है ना. അപ്പം ഞങ്ങളുടെ ഫുഡാണിത്. ചിക്കൻ റൈസ് എന്ന് വിചാരിക്കും കറി. ഇതിനെന്താണ് ഒരു ചിക്കൻ ചില്ലി ഉണ്ട്. അതേനല്ലേ വൈജ് നമ്മളെ ഇതാണ് നമ്മുടെ യാത്ര കോർഡിനേറ്റർ. വളരെ ഫേമസ് ചിക്കൻ ഫുഡ് തന്നെയാണ് അല്ലേ. ദാലുണ്ട്, ഇതിൻ്റെ ആലു ഒക്കെ കാണുന്നുണ്ട്. ഇതെല്ലാം ഉള്ളത് തന്നെയാണ്. ഇതിനോടൊപ്പം തന്നെയുള്ളതാണ്. ഇത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡാണ്. നിങ്ങളെന്താ ഇതിന് സെയിം മെനു അല്ലേ? ചിക്കൻ റൈസ്. ഇതൊക്കെ നിങ്ങൾ ഇവിടെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ജോസഫ് സാർ എന്ന് പറഞ്ഞാൽ ജോസ് അല്ലേ? സാറിൻ്റെ പേര് എങ്ങനെയാണ്? ജോർജ് സാറ്. ജോർജ് സാർ രണ്ടുപേരും നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. കോട്ടയല്ലേ?
ആലപ്പുഴ. സാറിൻ്റെ മൂവാറ്റുപുഴ. അപ്പോൾ ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വാട്ട്സ് ദ കൈൻഡ് ഓഫ് ഡ്രസ്? വാട്ട്സ് ദിസ്? This okay, secure. Thank you. അപ്പോൾ അവരതിൻ്റെ സെക്യൂരിറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ വണ്ടി റെഡിയാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാൻ പോകാൻ വേണ്ടിയിട്ട്. ഓൾ സെറ്റ്. അടിപൊളിയാണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന കിസാമ ഹെറിറ്റേജ് വില്ലേജ്, നാഗ ഹെറിറ്റേജ് വില്ലേജിൻ്റെ കവാടമാണിത്. കൊഹിമയിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരെയാണിത്. 16 ട്രൈബുകൾ പങ്കെടുക്കുന്ന ഒരു ആഘോഷമാണിത്. ഈ 16 ട്രൈബുകളും ഈ കിസാമ വില്ലേജിൽ എല്ലാവരും ഒത്തുചേരുകയാണ്. അപ്പോൾ രാത്രിയോളം നീളുന്ന ഇന്ന് അതിൻ്റെ ഇനോഗ്രേഷൻ പ്രോഗ്രാമാണ്. ഇന്ന് രാത്രി വരെയുള്ള പ്രോഗ്രാംസ് ഉണ്ടാവും. പിന്നെ നാളെ ആയിട്ട് ഡിസംബർ 10 വരെ തുടരുന്ന ഒരു ആഘോഷമാണ്. ഫെസ്റ്റിവൽസ് എന്നറിയപ്പെടുന്ന ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന കിസാമ വില്ലേജിലാണ് ഞങ്ങളുള്ളത്. 2000 തുടങ്ങി 2023 എത്തി നിൽക്കുന്ന 23 വർഷങ്ങളായി ഈ ആഘോഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള 16 ട്രൈബ് വിഭാഗങ്ങൾ അവരുടെ സംസ്കാരവും പൈതൃകവും വെളിപ്പെടുത്തുന്ന, ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു മഹത്തായ ഒരു ആഘോഷമാണ്. ഇന്ന് തുടങ്ങി ഡിസംബർ 10 തീയതി വരെ നീളുന്ന വർണ്ണശബളമായി ഈ ആഘോഷം കാണാൻ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ വന്നു ചേർന്നു. ഇവിടെ കയ്യിൽ നമുക്കൊരു ബാൻഡ് കെട്ടാണ്. അയ്യാ, ബാൻഡ് പോലെയാണ്. ഔട്ട്സൈഡ് വിസിറ്റേഴ്സിന് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒരു ബാൻഡ് കെട്ടാണ് കേട്ടോ. ഈ ബാൻഡ് കളയാൻ പാടില്ല. പുറമേയുള്ള ആ കമാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു കമാനാണ് അകത്തേക്ക്. 24ാമത്തെ ഹോൺബിൽ ഫെസ്റ്റിവലാണ് ഈ നടക്കുന്നത്. അപ്പോൾ ഇതോടനുബന്ധിച്ച് പല കൺട്രീസിൻ്റെ ഡെലിഗേറ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അമേരിക്കൻ അംബാസഡറുണ്ട്, ബ്രിട്ടീഷ് ഹൈ കമ്മീഷനുണ്ട്, അങ്ങനെ ജർമ്മനിയിൽ നിന്ന് ആൾക്കാരുണ്ട്, മെക്സിക്കോയിൽ നിന്ന് ആൾക്കാരുണ്ട്. ഒത്തിരി പേര് ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ വരുമ്പോൾ അവരെ സ്വീകരിക്കുന്ന ഒരു രീതിയാണിത്. എല്ലാവരും വരിയായി നിന്നിട്ട് അവരുടെ വേഷവിധാനങ്ങൾ അണിഞ്ഞ് ഒരു പ്രത്യേക രീതിയിലുള്ള സംഗീതം ഇങ്ങനെ പുറപ്പെടുവിക്കുക. നല്ല രസമല്ലേ ഇവരെ സംഗീതം കേൾക്കാൻ. ഈ 16 ഗോത്ര വിഭാഗങ്ങളെയും അവരുടെ വേഷങ്ങളിൽ നിന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. ഓരോ നിറങ്ങൾക്ക് പ്രത്യേകതകളുണ്ട്, അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾക്ക് പ്രത്യേകതകളുണ്ട്. ഓരോരുത്തരെയും നമുക്ക് വേറെ വേറെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. പ്രവേശനത്തിന് വെറും 50 രൂപയാണ് ഫീസ്. നമ്മുടെ നാട്ടിലൊക്കെ വളരെ ചെറിയ പരിപാടികൾക്ക് തന്നെ 1000 രൂപ 2000 രൂപ വലിയ പ്രവേശന ഫീസുകളാണ്. ഇവിടെ ഇത്രയും വലിയ ഇൻ്റർനാഷണൽ പ്രോഗ്രാമിന് വെറും 50 രൂപ ഫീസ്. നമുക്കൊരു ബാൻഡ് തരും കയ്യിൽ കെട്ടാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും ഓരോരുത്തർ ലോക്കൽസിനെയും ഇവിടെയുള്ള പുറത്തുള്ള ആൾക്കാരെയും. ഇതാണ് അങ്കാമി എന്ന് പറയുന്ന ഒരു ട്രൈബൽ വിഭാഗം. ആളെ കാണിക്കുമല്ലോ, ആളെങ്കിലും ഒരു ദിവസം കണക്കല്ലോ. हमारा फोटो पे ना लोग दे ഒരു അങ്കാമി എന്ന് പറയുന്ന ഒരു ട്രൈബൽ വിഭാഗമാണ്.
ഇവരുടെ ഉണ്ടാക്കുന്ന ഒരു മൊറുങ് എന്നാണ് നമ്മൾ പറയുക. അവരുടെ ട്രൈബ്സിനുള്ള ഒരു ഹട്ട്, അതിന് മൊറുങ് എന്ന് പറയും. ഇത് അങ്കാമി എന്ന് പറയുന്ന ട്രൈബ്സാണ്. രംഗ്മ എന്നൊരു ട്രൈബാണിത്, അവരുടെ ഹട്ടാണിത്. അപ്പോൾ ആ ട്രൈബിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സുമി എന്ന് പറയുന്ന ഗോത്ര വിഭാഗത്തിൻ്റെ മൊറുങ്ങാണിത്. എന്ന് പറഞ്ഞാൽ ഹട്ട്, അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഹട്ടാണിത്. ഇവിടെയാണ് അവരുടെ കൾച്ചറൽ കാര്യങ്ങളൊക്കെ. ഇത് മറ്റൊന്നാല് ലോത്ത മൊറുങ്. സുംഫു എന്ന് പറയുന്ന മറ്റൊരു മൊറുങ്ങാണ്. നമ്മൾ ദിമാപൂർ വെച്ച് കണ്ട വ്ളോഗറില്ലേ, അത് ഈ ട്രൈബിലെയാണ്. സംഗ്തം ട്രൈബ്, ആങ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി. Yeah, it's a young community, and It's this is similarized as- we call Dongsan, Oh. Lokcham, Okay. and it's ladies, and Antimonyu is the name of the ladies. Okay, ഓക്കെ, Antimonyu. ആന്റിമോണിയം. This Dongsan, this Lokcham is Lokcham. ആ, Lokcham is ladies. ഓക്കെ ഓക്കെ ഓക്കെ. And then not only that, come, sir. I will show you everything, sir. Come, follow me. ഓ Can you see that? ആ Wow. ഓ ഗ്രേറ്റ് ഗ്രേറ്റ്. One more, okay, sir. Yeah, fine. This is used as a dance rhythm. This is used for Yeah. dance rhythm. It's a sign. Oh, Let me tell you, okay? Let me tell you some significance Yeah. and some signs of this Lokcham, okay? yeah. You just shoot. Is this? Yeah. What does this mean? Enemy is coming. Enemy is coming. Yeah, Okay, enemy okay, is okay. coming. ഒരു ശത്രു So, വരുന്നുണ്ട് get എന്നാണ്. ready. Okay, get ready. Get ready or Ah. what to say? Bravery or enemy is coming. So get ready. Oh, Ready your arms. oh. Arms and ammunition. Oh. There, for first generation, there is no gun and all. Huh. There's only arrow. No? Oh, yeah. Only, they use only this. Oh. Thank you so much. That's Thank you it. so Then- much. then- Thank you. And then wine. Local ഇവിടെ wine. ഇവര് ലോക്കൽ വൈനാണിത്. അത് നമ്മളോട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് പറയാം. You want to try? You must. Made out of rice. താങ്ക് യു. ചാങ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി തോക്കുകൾ ഉപയോഗിക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ തോക്ക് ഇങ്ങനെ തിരനിറച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവര് ഫയർ ചെയ്തുകൊണ്ടിരിക്കും ആകാശത്തോട്. अरे भाई पुलिस तो मत छोड़ो ये भाई जन तो मत छोड़ो वो छोड़ो क्या हो गया भाई കോനിയാക്ക് എന്ന് പറയുന്ന ഒരു ട്രൈബിന്റെ ഉറങ്ങാണിത്. മ്യാൻമറുമായി അതിർത്തി പങ്കിടുന്ന നാഗാലാൻഡിൽ 16 ഗോത്രവർഗ്ഗങ്ങളാണുള്ളത്. തലവേട്ടക്കാർ എന്നറിയപ്പെടുന്ന വിഭാഗമാണ് കോനിയാക്കുകൾ. തലവെട്ടൽ പോലുള്ള പ്രാകൃത രീതികൾ 1959 നിരോധിച്ചതിനാൽ ഇന്ന് തിരിച്ചു പോരുമ്പോൾ തല കാണില്ലെന്ന ഭയം വേണ്ട. ശത്രുക്കളായ ഗോത്രവിഭാഗക്കാരുടെ തലയോട്ടി കോനിയാക്കുകൾ അവരുടെ കുടിലിനു മുന്നിൽ പ്രദർശിപ്പിച്ചു പോന്നിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതത്തിൻ്റെ കടന്നുവരവോടുകൂടി പരസ്പരം കലഹിക്കുകയും പോരാടിക്കൊണ്ടിരിക്കുകയും തലവെട്ടിയും കൊണ്ടിരുന്ന ഈ വിഭാഗങ്ങൾ തമ്മിൽ രഞ്ജിപ്പിലെത്തുകയും സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരികയും ചെയ്തു. നമുക്കിവിടെ കാണാൻ പറ്റും ഓരോന്നിൻ്റെ അകത്ത് അവരുടെ പലതരത്തിലുള്ള സംസ്കാരവും വൈദ്യങ്ങളും കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന അരങ്ങുകളാണിത്. ഹോൺബിൽ ഫെസ്റ്റിവൽ ഉദ്ഘാടന ചടങ്ങിൻ്റെ ആദ്യഘട്ടം മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞത്.
അതിമനോഹരമായ ഉദ്ഘാടന ചടങ്ങിന്റെ ബാക്കി കാഴ്ചകളുമായി നമുക്ക് നാളെ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.